നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദുബായിൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ ദുബായ് മുങ്ങിയിരിക്കുകയാണ്. 10 മണിക്കൂറിൽ നടന്നത് 154 അപകടങ്ങളെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജാഗ്രതയോടാണ് ഇപ്പോൾ UAE പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇന്ന് രാവിലെ 5 മണിക്കൂറിലധികം ഗതാഗതം സ്തംഭിച്ചതായ വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. വാർത്തയിലേക്ക് UAE ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴ ജനജീവിതത്തെ പാടെ ബാധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദുബായ്ക്കും ഷാർജയ്ക്കുമിടയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് മഴ കാരണമാവുകയുണ്ടായി. അങ്ങനെ രാവിലെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ 5 മണിക്കൂറിലേറെ ദുബായ് മുഴുവൻ കുടുങ്ങിപ്പോയിരുന്നു. ദുബായിൽ പല റോഡുകളും ടണലും ഏറെ നേരം അടച്ചിടേണ്ടി വന്നുവെന്നാണ്. ചൊവ്വാഴ്ച രാത്രി പെയ്ത മഴയിലെ വെള്ളക്കെട്ട് രാവിലെ ഓഫീസിലേക്ക് പുറപ്പെട്ടവർക്ക് പ്രയാസമായി മാറി. ഷാർജയ്ക്കും ദുബായ്ക്കുമിടയിലെ മിക്ക റോഡുകളും ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിയിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ വൈകിയാണ് പലരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് തന്നെ. ജോലിക്കായി ഇറങ്ങി തിരിച്ച പ്രവാസികൾക്കും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ദുബായ് പല സ്കൂളുകളും നേരത്തെ അധ്യയനം അവസാനിപ്പിച്ച് കുട്ടികളെ വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ട സാഹചര്യം ഉടലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ദുബായിൽ മാത്രം 10 മണിക്കൂറിനുള്ളിൽ 154 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിന് സമീപത്തെ മറാക്കിഷ് ടണൽ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിടേണ്ടി വന്നിരുന്നു. മഴ വിമാന ഗതാഗതത്തെ ബാധിച്ചേക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ചില വിമാനങ്ങളെ മാത്രമാണ് ബാധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ വിമാനത്താവളത്തിൽ സമയത്തിനെത്താൻ കഴിയാതെ നിരവധി യാത്രക്കാർ വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് വൈകിയാണ് നിരവധി വിമാനങ്ങളും യാത്ര പുറപ്പെട്ടതും തന്നെ. അങ്ങനെ ദുബായിൽ അപ്രതീക്ഷിതമായി വന്ന അസ്ഥിര കാലാവസ്ഥയിൽ കുടുങ്ങിയിരിക്കുകയാണ് പ്രവാസികൾ ഏവരും. നാട്ടിലെത്താൻ പ്രയാസപ്പെടുകയാണ് ഓരോ പ്രവാസികളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.